ശ്രേഷ്ഠമായ പെരുമാറ്റം, നല്ല സ്വഭാവം, നല്ല സൗന്ദര്യം, നല്ല അടക്കം, അങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ ഉണ്ടായി. പഴയ കാലത്തെ സ്ത്രീകളുടെ ഗുണങ്ങൾ ഇപ്പോഴത്തെ കാലത്ത് പറഞ്ഞാൽ അത് പുലിവലാവും. അപ്പം അതുകൊണ്ട് ആ സ്ത്രീകളിൽ പ്രമദകളിൽ വര ശ്രേഷ്ഠയായ കുട്ടിക്ക് പ്രമദ്വര എന്ന് പേരിട്ടു. പ്രമദകളിൽ വര, സ്ത്രീകളിൽ ശ്രേഷ്ഠ പ്രമദ്വര. സ്ഥൂലകേശൻ്റെ ആശ്രമത്തിൽ വളർന്നു. അപ്പോഴാണ് നമ്മുടെ രുരു ഈ പ്രമദ്വരെ കണ്ടു. ഹേയ് നല്ല കുട്ടി, അതെ നല്ല സുന്ദരി കുട്ടി, പ്രമദ്വരയിൽ രുരു ആകൃഷ്ടനായി, സന്തോഷമായി. അപ്പോൾ കല്യാണം കഴിക്കണം എന്ന് മോഹം വന്നപ്പോൾ എന്തായാലും സ്ഥൂലകേശൻ, അദ്ദേഹമാണല്ലോ ഈ കുട്ടിയെ വളർത്തിക്കൊണ്ടുവന്നത്, ആ മഹർഷിയുടെ അടുത്ത് പോയിട്ട് തൻ്റെ ആഗ്രഹം അറിയിച്ചു. എനിക്ക് പ്രമദ്വരെ കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. കല്യാണം ചെയ്തു തരാം, രുരുവിന് പ്രമദ്വരയെ കല്യാണം കഴിച്ചു തരാം. ഒരു കാര്യം ചെയ്യാം, മുഹൂർത്തമൊക്കെ കുറിച്ച് ഉത്തരം നക്ഷത്രത്തിൽ വേളി നിശ്ചയിച്ചു. ഉത്തരം നക്ഷത്രം ആവട്ടെ, അപ്പോൾ ആ ദിവസം നമുക്ക് കല്യാണം നടത്താം എന്ന് പറഞ്ഞ് അങ്ങനെ വിവാഹ നിശ്ചയമൊക്കെ കഴിഞ്ഞു. അതിനുശേഷം ചിലപ്പോൾ സാരി എടുക്കാൻ പോയി, സ്വർണ്ണപ്പണ്ട് എടുക്കാൻ പോയി, അങ്ങനെ ഓരോ ജ്വല്ലറികളിലേക്ക് പോയി, അങ്ങനെയൊക്കെ വിവാഹത്തിൻ്റെ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ഈ പ്രമദ്വരയും സഖിമാരും കൂടി കളിച്ചുകൊണ്ട് നടക്കുമ്പോൾ അവർ നടക്കുന്ന വഴിയിൽ ഒരു പാമ്പ് വിലങ്ങനെ കിടന്നിരുന്നു. ആ പാമ്പിനെ ഈ പ്രമദ്വര ചവിട്ടിയപ്പോൾ പാമ്പ് കൊത്തി, പ്രമദ്വര മരിച്ചു.